ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു നാരങ്ങയുടെ ജ്യൂസും ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് മിക്സ് ആക്കുക. ഈ മിക്സിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന 750 ഗ്രാം ചിക്കൻ പീസും കൂടി ഇട്ട് നന്നായി ഇളക്കുക. അങ്ങനെ ഇളക്കി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. മിനിമം അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം. അരമണിക്കൂറിന് ശേഷം ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കൂടെ കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം എന്നിവ ഇടുക. ഇനി ഇതിലേക്ക് 2 സബോള അരിഞ്ഞതും 4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് അര മിനിറ്റ് ഇത് വഴറ്റിയെടുക്കുക. അര മിനിറ്റിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കുക. അതും കുറച്ച് നേരം ഇട്ട് വഴറ്റുക. ഇങ്ങനെ വഴന്നു വന്ന ഈ മിക്സിലേക്ക് നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് വീണ്ടും വഴറ്റുക. ഇത് 1 മിനിറ്റെങ്കിലും ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ റോസ്റ്റ് ആക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കരുത്. ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കുമ്പോൾ കറി വെച്ച് കഴിയുമ്പോൾ ചിക്കൻ പീസസിന് നല്ല ടേസ്റ്റ് കിട്ടും. അടുത്തതായിട്ട് ഇതിനകത്ത് മുളക് പൊടി വേണം ചേർക്കാനായിട്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ ഓർക്കണം, ആദ്യം നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് അത് ചേർക്കുക. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി, ഇത്രയുമാണ് ഇവിടെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഇത് നന്നായി ഇളക്കി കുറച്ച് നേരം റോസ്റ്റ് ചെയ്യുക. ഈ സമയമെല്ലാം ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. നമ്മൾ ഈ തരത്തിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സമയം നമ്മൾ ഇളക്കിയാണ് ഉണ്ടാക്കുന്നത്. അത് കൂടുതൽ സമയം ഇളക്കുന്നത് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. പക്ഷെ എല്ലാം അതിൻ്റെ സ്റ്റെപ്പ് അനുസരിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പം മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ആദ്യം ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും ഇളക്കിയിട്ട് ഇതും കുറച്ച് നേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഈ സമയം കൂടുതൽ ഓയിൽ ഉപയോഗിക്കാം. എന്നാൽ ഞാൻ ആദ്യം ഒഴിച്ച ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പിന്നീട് ഞാൻ ഒഴിച്ചിട്ടില്ല. ഇനിയും ഇങ്ങനെ റോസ്റ്റ് ആയി കഴിഞ്ഞതിലേക്ക് ഇത് വേകാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളത്തിന് പകരം തേങ്ങയുടെ 2ാം പാലുണ്ടെങ്കിൽ അതൊഴിച്ചും വേവിക്കാം. 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേണം ഇത് വേവിക്കാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ടത് ഇളക്കുക. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെരുംജീരകപ്പൊടിയും അല്ലെങ്കിൽ ഗരം മസാല ഇടാം. അതുപോലെ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനിയും ഫ്ലെയിം ലോയിലായിരിക്കണം. അതുപോലെ 2 മിനിറ്റ് ഇത് തുറന്ന് വെച്ചാണ് ഇനി വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഇനിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ അരിഞ്ഞത് വിതറുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം വീണ്ടും ഇത് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ തയ്യാറായി. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും മാത്രമല്ല, ചോറിന് ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.